പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികൻ വിഷ്ണു നാട്ടിൽ തിരികെ എത്തി. കാണാതായി 16 ദിവസത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുവിനെ കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിൽക്കാൻ കാരണമായി എന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ പ്രയാസമുണ്ടെന്നും വിഷ്ണു പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒന്ന് മാറിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അപ്പോഴത്തെ ഒരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. നല്ല രാത്രി സംസാരിച്ചിട്ടുണ്ട് സാറുമാരെ കണ്ടതിന് ശേഷം. വിഷ്ണുവിന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നു എലത്തൂരിൽ നിന്നും. ഷഹദ്, ഈ 16 ദിവസങ്ങൾ ഈ ഫോൺ പോലും ഓൺ ചെയ്യാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നെറ്റ് ഉപയോഗം നടത്താതെ അത്തരത്തിൽ അങ്ങനെ അനോണിമസായി ഇരിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഷഹദ്. ഹാഷ്മി, പ്രധാനമായിട്ടും വിഷ്ണുവുമായിട്ട് പോലീസ് വിശദമായിട്ട് സംസാരിച്ചു. ആ ഘട്ടത്തിൽ വിഷ്ണുവിന് നേരത്തെ തന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഈ വിവാഹം കൂടി വരുന്നത്. ഈ മാസം 11-ാം തീയതിയാണ് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുന്ന ഘട്ടത്തിൽ വിഷ്ണുവിന് വീട്ടിലേക്ക് പോകാൻ പ്രയാസം, കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന ഒരു മടി ഉണ്ടായിരുന്നു. ആ മടിയാണ് കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കാം എന്നൊരു തോന്നലിൽ കൊണ്ടെത്തിച്ചത്. തുടർന്നാണ് വിഷ്ണു ഇവിടെ നിന്ന് പോകുന്നത്. ഉടൻ തന്നെ പോലീസിൽ കുടുംബം പരാതി നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണു ചെയ്തത് ഈ ഫോൺ പൂർണ്ണമായിട്ടും ഓഫാക്കി വെച്ചു. അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചതുമില്ല. ഇതോടുകൂടിയാണ് പോലീസ് ഇതിൽ സത്യം പറഞ്ഞാൽ കറങ്ങുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ആദ്യമേ തന്നെ ഒരു നിഗമനം ഉണ്ടായിരുന്നു. കാരണം എന്തായാലും വിഷ്ണുവിനെ ആരും തട്ടിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സംഭവിച്ചതോ ഒന്നുമല്ല. വിഷ്ണു ബോധപൂർവം മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു വിവരം പോലീസിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ച വിഷ്ണുവിന്റെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് വിഷ്ണുവിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, വിഷ്ണുവിന് 31-ാം തീയതി, അതായത് വിഷ്ണു സൈനികനാണ്, സൈനികർക്ക് 31-ാം തീയതി 30-ാം തീയതിയായിട്ട് ശമ്പളം കയറും. ആ ഘട്ടത്തിൽ എന്തായാലും വിഷ്ണു ബാങ്കിൽ നിന്ന് പണം എടുക്കുമെന്ന ഒരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. ആ നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് വിഷ്ണുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ 31-ാം തീയതി ബാങ്കിൽ നിന്ന് 30-ാം തീയതി ബാങ്കിൽ നിന്ന് പണം എടുത്തു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുകയും ആ ലൊക്കേഷൻ, ആ ATM കൗണ്ടർ എവിടെയാണെന്ന് പരിശോധിക്കുകയും ആ ATM കൗണ്ടർ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പോലീസ് പരിശോധിക്കുകയുമാണ്. ആ ഘട്ടത്തിലാണ് വിഷ്ണുവിനെ ബംഗളൂരു നഗരത്തിൽ നിന്ന് കണ്ടെത്തുന്നത് വളരെ രസകരമായിട്ടാണ് പോലീസ് കഥകൾ പറയുന്നത്. കാരണം വിഷ്ണു സിനിമയൊക്കെ കണ്ട് ഈ ബംഗളൂരു നഗരത്തിലൂടെ നടന്നിങ്ങനെ വരികയായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് വിഷ്ണു ചാടുന്നത്. പോലീസ് പറയുന്നു, വിഷ്ണു ഓടിപ്പോകല്ലേ, ഞങ്ങൾ ഇത്രയും ദിവസം വിഷ്ണുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് വിഷ്ണുവിന്റെ വീട്ടുകാർ കാത്തിരിക്കുകയാണ്, വിഷ്ണുവിന്റെ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോകരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ വിഷ്ണു പോലീസുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വിഷ്ണു നാട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡിസംബർ 17-ാം തീയതിയാണ് വിഷ്ണുവിനെ കാണാതാവുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 1-ാം തീയതിയാണ് വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിക്കുന്നത്. ഈ 1-ാം തീയതി വിഷ്ണുവിനെ വീണ്ടും പോലീസ് മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നു. ഈ മാസം 11-ാം തീയതി വിഷ്ണുവിന്റെ വിവാഹം നടക്കും. എന്തായാലും കോടതി നടപടികൾ നടക്കുകയാണ്. അതിനുശേഷം വിഷ്ണുവിന് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിഷ്ണു അപ്പോൾ ഇനി അത്തരത്തിലുള്ള പുറപ്പെട്ടു പോകലൊന്നും നടത്താതിരിക്കട്ടെ.